തീരദേശവാസികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് അടിയന്തര സഹായം ആവശ്യപ്പെട്ടതോടെ ആംബുലൻസും അഗ്നിരക്ഷാസേനയും കുതിച്ചെത്തി. തളർന്നു വീണ് കിടന്നിരുന്നവരെ കയറ്റി മെഡിക്കൽ സഹായ കേന്ദ്രത്തിലേക്ക് കുതിച്ചു. അവിടെ സന്നദ്ധരായി നിന്നിരുന്ന ആരോഗ്യ പ്രവർത്തകർ അടിയന്തര ചികിത്സ നൽകി. ഫയർഫോഴ്സും പോലീസും ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും നാട്ടുകാരും ഒത്തൊരുമിച്ച സേവന ചിത്രീകരണം എളങ്കുന്നപ്പുഴ ചാപ്പ ബീച്ചിൽ മോക്ക് ഡ്രില്ലിലായിരുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്, എളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത്, ആരോഗ്യവകുപ്പ് എന്നീ ഡിപ്പാർട്ട്മെന്റ്, അതിന് പുറകെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി നമ്മളൊരു മോക്ക് ഡ്രിൽ ആണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇനിയൊരു പ്രളയം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ രക്ഷപ്പെടാം, എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഒരു അവയർനെസ് ആണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടി ജനങ്ങൾക്ക് നൽകുന്നത്. പ്രകൃതി ദുരന്തവും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും പകർച്ചവ്യാധി പ്രതിരോധവും ആസ്പദമാക്കിയായിരുന്നു മോക്ക് ഡ്രിൽ. ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത്, എളങ്കുന്നപ്പുഴ പഞ്ചായത്ത്, മാലിപ്പുറം സാമൂഹ്യാരോഗ്യ കേന്ദ്രം എന്നിവ മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിത സനിൽ ഉദ്ഘാടനം ചെയ്തു. എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രിയരാജ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സമിതി അധ്യക്ഷ വോൾഗ തെരേസ, പഞ്ചായത്ത് അംഗം കെയർ സുരേഷ് ബാബു, ആരോഗ്യ ഉദ്യോഗസ്ഥ സിന്ധു എന്നിവർ പ്രസംഗിച്ചു. LNG പെട്രോനെറ്റ് ഉദ്യോഗസ്ഥൻ സുരേഷ് നമ്പ്യാർ ഒബ്സർവറായി. ജനപ്രതിനിധികൾ, എളങ്കുന്നപ്പുഴ വില്ലേജ് ഓഫീസർ, അഗ്നിരക്ഷാസേന, KCB, ജല അതോറിറ്റി, ആയുർവേദം, കോസ്റ്റൽ പോലീസ്, ആരോഗ്യം എന്നിവയിലെ ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ, അങ്കണവാടി വർക്കേഴ്സ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, റെസിഡൻസ് അസോസിയേഷൻസ്, കടലോര ജാഗ്രതാ സമിതി, മത്സ്യത്തൊഴിലാളികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു.